നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്ത് വന്നാലും വെയിറ്റ് കുറയില്ല എന്ന് പറയുന്നവർക്ക് പോലും നല്ല പോലെ വെയിറ്റ് കുറയുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് വന്നാലും വെയിറ്റ് കുറയുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറ്റാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുകയും അതുപോലെ തന്നെ നമ്മൾ തീരെ വർക്കൗട്ടുകളും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വെയിറ്റ് കുറയാതെ വരുന്നത്. അപ്പോൾ നല്ല പോലെ കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് നല്ല പോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് വണ്ണവും കുറയും. എന്നിട്ടും കുറയാത്ത ചില വണ്ണങ്ങളുണ്ട്. അതിന് ഒരു പക്ഷേ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് അവർ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരിക്കില്ല. B12 ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റുകൾ അലർജി ആയിട്ടുള്ളവരുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ബ്ലോട്ടിങ്, അസിഡിറ്റി ഫീൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അതൊക്കെ B12 ഡെഫിഷ്യൻസി കൊണ്ട് മൗത്ത് അൾസർ പോലുള്ള ഇഷ്യൂസ് ഉള്ളവരായിരിക്കും. കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ്ലി വരുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവർക്കും വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല. ഇനി നിങ്ങൾക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ നിങ്ങൾ പ്രീ ഡയബറ്റിക്കോ ആണെങ്കിലും വെയിറ്റ് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. ഇൻ ബിറ്റ്വീൻ ചെറിയ മിസ്റ്റേക്ക് അല്ലേ, ഒരു ചെറിയ കഷ്ണം ഇതല്ലേ, ഒരു ചെറിയ കഷ്ണം അതല്ലേ എന്ന് പറഞ്ഞ് എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് വെയിറ്റ് കുറയാത്തവരും ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇന്ന് വെറും ഫുഡ് കൺട്രോളും വർക്കൗട്ടും ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് വെയിറ്റ് കുറയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസുഖം ബാധിച്ചതിന് ശേഷം ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ചില ഫുഡുകളുണ്ടായിരിക്കും. ഇന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കാനേ പാടില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് ഫുഡ് കൺട്രോളാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മൾ ആ അസുഖത്തെ വെച്ചുകൊണ്ട് നമ്മളോടൊരാൾ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഡയബറ്റിക് ആയതിനു ശേഷം നിങ്ങളോട് ഷുഗർ കഴിക്കാൻ പാടില്ല, ചോറ് കഴിക്കാൻ പാടില്ല, ചോറും മാമ്പഴ പുളിശ്ശേരിയൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ നല്ല കൺട്രോളിൽ കൊണ്ടുവരണം. അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വർക്കൗട്ടിലോട്ട് കടക്കുവാണ്. റെഡിയാണല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വർക്കൗട്ട് അപ്പർ ബോഡിക്ക് ചെയ്യേണ്ട ചെറിയ വർക്കൗട്ടുകൾ അടങ്ങിയതാണ് ആദ്യത്തെ സെറ്റ് ഓഫ് വർക്കൗട്ട്. സോ സിമ്പിളാണ് കേട്ടോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 10 9 8 7 6 5 4 3 2 and 1. That's it. Relax. അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് കഴുത്തിൻ്റെ ബാക്കിൽ ഇതുപോലെ കൈ കെട്ടി വെച്ചാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഫ്രണ്ടിലോട്ട്. ഇത് സിമ്പിളാണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. റിലാക്സ്. അടുത്ത എക്സസൈസ് 2 ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഡംബിൾസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ 1 kg ഡംബിൾസ് എടുക്കുക, 1.5 kg എടുക്കുക. അതല്ലെങ്കിൽ വെറും കൈ വെച്ച് ചെയ്താലും മതി. ഈ ഒരു എക്സസൈസ് വെറുതെ ജസ്റ്റ് കൈ വെച്ച് ചെയ്താലും ധാരാളം മതി. ഓക്കെ, കുറച്ച് പെയിൻഫുള്ളാണ്. അത്ര പെട്ടെന്ന് നമുക്കിത് 50 റിപ്പീറ്റേഷൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിർത്തി ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11
12, 13, 14, 15, 16, 17, 18, 19, 20. Relax. Slowly ചെയ്യാം. 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34 and 35. Again relax. Restart ചെയ്യാം. 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. Relax. എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നെങ്കിലും ഇന്ന് ചെയ്യുന്ന അപ്പർ ബോഡി എക്സസൈസസ് ഒക്കെ ഒരുമാതിരി സിമ്പിൾ എക്സസൈസ് ആണ് കേട്ടോ. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. പുറത്തെ ഫാറ്റൊക്കെ പോയി കിട്ടും. 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. That's it. Relax. അടുത്ത എക്സസൈസ് സോ സിമ്പിൾ എക്സസൈസ് ആണ്. ഇതുപോലെ ഡംബിൾസ് കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡഡ് ആയിട്ടും ചെയ്യാം കേട്ടോ. ചെസ്റ്റിൻ്റെ അവിടെ അങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക, എന്നിട്ട് ബാക്കിലോട്ട് 1, 2, 3, 4. ആം ഫാറ്റൊക്കെ ദിവസങ്ങൾക്കുള്ളിൽ മാറിക്കിട്ടും. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. അടുത്ത എക്സസൈസ് ചെയറിലിരുന്നു കൊണ്ടാണ് കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് കാല് നീട്ടി നിലത്തിരിക്കാൻ വയ്യ, ചിലർക്ക് ഒരുപാട് നേരം നിൽക്കാൻ വയ്യ. അങ്ങനെയുള്ളവർക്കൊക്കെ കസേരയിൽ കൊണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എക്സസൈസ്. ഉയർത്തുക, ജസ്റ്റ് കാലിൻ്റെ മീതെ തൊടേണ്ട ആവശ്യമില്ല കേട്ടോ. 1, 2, 3, 4, 5, 6. അടിപൊളി എക്സസൈസ് ആണ്. 7, 8. സ്ഥിരമായിട്ട് ചെയ്താൽ അരങ്ങനെ ചുരുങ്ങി വരും. 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33,
34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. ഇതൊരു കിടക്കാച്ചി വർക്കൗട്ട് സെറ്റാണ് കേട്ടോ. കറക്റ്റായിട്ട് ചെയ്തേക്കണേ. അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. ഏകദേശം സിമിലർ ആയിട്ടുള്ള അടുത്ത വർക്കൗട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് സ്ലോലി തിരിച്ച് വയ്ക്കുക. ഈ സൈഡും 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. അടുത്തത് കൈ ബാക്കിലോട്ട് വെച്ചിട്ട് ജസ്റ്റ് ബെൻഡ് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, come on, 35, 36, 37, കഴിഞ്ഞു, 38, 39, 40, good, 41, 42, 43, 44, 45, 46, 47, 48, 49, and the last one 50. Yes, done. എക്സസൈസ് ജസ്റ്റ് ചെയറിൽ കാലിങ്ങനെ കയറ്റി വെച്ചാൽ മതി. 1, 2, 3, 4, 5, 6, 7, 8,
9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 and 20. റിലാക്സ്. അടുത്തത് നല്ലപോലെ ചെയറിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ കോബ്ര പോസ്ചറിൽ അല്ലെങ്കിൽ നല്ലപോലെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കൈ വയ്ക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉറച്ച പ്രതലത്തിൽ നിൽക്കുന്നതായിരിക്കണം കേട്ടോ. 1, 2 സ്ലിപ്പാവരുത്. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42 കഴിഞ്ഞു. 43, 44, 45, 46, 47, 48. ഇതേപോലെ തന്നെ സ്ട്രെച്ചിങ് വരണം കേട്ടോ. 49 ആൻഡ് ദ ലാസ്റ്റ് വൺ 50. റിലാക്സ്. ഇന്ന് ചെയ്യാൻ ഭയങ്കര ഈസിയും എന്നാൽ നല്ല പവർഫുൾ എഫക്റ്റ് തരുന്നതുമായിട്ടുള്ള വർക്കൗട്ടുകളാണ് കേട്ടോ ഒക്കെ ചെയ്തത്. അടുത്ത എക്സസൈസ് ഇതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷേ അത് ചെയ്യുന്നതിന് മുൻപ് ഡംബിൾസ് എടുത്തുകൊണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചേക്കണം അവിടെ. അതിനുശേഷം അതിൻ്റെ രണ്ട് സൈഡിലൂടെയും 2 കാലുകൾ എക്സസൈസ് ചെയ്താൽ മതി, വെച്ച് എക്സസൈസ് ചെയ്താൽ മതി. ഓക്കെ. 1, 2, 3, 4, 5, 6, 7, 8. കമോൺ. 9, 10. എന്ത് എഫക്റ്റീവ് എക്സസൈസുകളാണ് ചെയ്യണേ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. അടുത്തത് ബട്ട് ഷേപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്ന നല്ലൊരു എക്സസൈസാണ്. ലോവർ ബെല്ലിക്ക് നല്ലതാണ്. ഇതുപോലെ ഇങ്ങനെ ഉയർത്തിയാൽ മതി. സ്ലോലി ചെയ്യണം കേട്ടോ. എന്നിട്ട് സ്ലോലി താഴെ വയ്ക്കാൻ ശ്രമിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38,
39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49 and 50. That's it. Relax. അടുത്തത് കാല് ഇതുപോലെ ഒരു ഉയർത്തിയിട്ടുള്ള ഒരു പ്രതലത്തിൽ വയ്ക്കുക. എന്നിട്ട് ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ എങ്ങനെയാണ് 2 കൈയും 2 കാലും കൂടി കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സൂപ്പർബ് എക്സസൈസ് ആണ്. 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 10, 9, 8, 7, 6, 5, 4, 3, 2 and 1. Relax. ഇത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുൻപൊരു കാര്യം, ഇത് ബെല്ലി ഫാറ്റ് നല്ലപോലെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന വർക്കൗട്ടാണ്. ഞാൻ ചെയ്യുന്നത് 100 റിപ്പീറ്റേഷൻ ചെയ്യുന്നുണ്ട്. 100 റിപ്പീറ്റേഷൻ എൻ്റെ ഒപ്പം അതേ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് സാധിക്കും അത്രയും സ്പീഡിൽ ചെയ്യുക. ഇതേപോലെയാണ് ചെയ്യുന്നത്. ഓക്കെ, 1, 2, 3, 4 സ്പീഡിലാണ്. 5, 6, 7, കമോൺ, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, come on, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. That's it. Relax. അടുത്ത 50 കൂടി ചെയ്യാൻ പോവുക. ഒറ്റ സ്ട്രെച്ചിൽ റെഡി ആയിക്കോളൂ കേട്ടോ. അതായത് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ 100 റിപ്പീറ്റേഷനാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, come on, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. ആരൊക്കെയാണ് ഇത് എൻ്റെ സ്പീഡിൽ ചെയ്തത്, എത്ര പേര് ചെയ്തു എന്നുള്ളത് താഴെ കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിത് 100 റിപ്പീറ്റേഷൻ ഒരൊറ്റ വീഡിയോയിൽ മാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2 റിപ്പീറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ. അപ്പോൾ ടോട്ടൽ 200 റിപ്പീറ്റേഷൻ ഈ ഒരു സ്പീഡിൽ ചെയ്യും. ബെല്ലി നല്ല ഫ്ലാറ്റായി കിട്ടുന്നതിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടോളൂ. നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ ദിവസേന ചേഞ്ച് ചെയ്ത് തരും. 2 ദിവസം കൂടുമ്പോൾ നമ്മൾ വർക്കൗട്ട് പ്ലാൻ ചേഞ്ച് ചെയ്ത് തരും. അടിപൊളിയായിട്ട് നല്ല മോട്ടിവേഷൻ കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് വെയിറ്റ് കുറയ്ക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, നല്ല പോലൊരു ബോഡി ഷേപ്പിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഫീസ് ഉണ്ട് കേട്ടോ, ഫീസ് ഉണ്ട്, ഫ്രീ അല്ല. ഫ്രീ ക്ലാസ് നടക്കുന്നത് യൂട്യൂബിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം. ഇൻസ്റ്റഗ്രാം ID @theblogger എന്നാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല, മറ്റന്നാൾ വരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്. ലോട്ട്സ് ഓഫ് ലവ്.